15-16 നമ്മൾ വായിച്ചു കേട്ടു. ഹല്ലേലൂയ. അതിൽ പറയുന്ന ഉല്ലാസത്തിന്റെയും നമുക്ക് ചേർന്ന് പറയാം, ഉല്ലാസത്തിന്റെയും ജയത്തിന്റെ ഘോഷം നീതിമാന്റെ വീട്ടിലകത്തുണ്ട്, യഹോവയുടെ വലങ്കി വീര്യം പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. അടുത്ത് പറയണേ, യഹോവയുടെ വലങ്കി ഉയർന്നിരിക്കുന്നു, യഹോവയുടെ വലങ്കി വീര്യം പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. അത് ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം പറയുന്നത് ഉല്ലാസത്തിന്റെയും ജയത്തിന്റെ ഘോഷം നീതിമാന്റെ വീട്ടിനകത്ത് ഉണ്ട്, യഹോവയുടെ വലങ്കി വീര്യം പ്രവർത്തിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം പറയുന്നതാണ് ഉല്ലാസത്തിന്റെയും ജയത്തിന്റെ ഘോഷം നീതിമാന്റെ വീട്ടിന്റെ അകത്ത് ഉണ്ട്. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, എത്ര പേരുടെ വീടുകൾ ഇതുണ്ട്? ഉല്ലാസത്തിന്റെയും ജയത്തിന്റെ ഘോഷം നീതിമാന്റെ വീട്ടിന്റെ അകത്തുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഈ വചനം പറയുമ്പോൾ തന്നെ നിങ്ങളെ വീട്ടിൽ ഒരുപക്ഷെ കണ്ണുനീരായിരിക്കാം, കഷ്ടതയായിരിക്കാം, ദുഃഖമായിരിക്കാം, പ്രശ്നങ്ങളായിരിക്കാം, വഴക്കായിരിക്കാം, അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത്. ഹല്ലേലൂയ. പക്ഷെ ദൈവത്തിന്റെ വചനം പറഞ്ഞു, നിങ്ങളുടെ ജീവിതം ഇപ്പൊ എങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടിരുന്നാലും ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് ഉല്ലാസത്തിന്റെയും ജയത്തിന്റെ ഘോഷം വെളിപ്പെടണമെന്നാണ്. ഹല്ലേലൂയ. എന്ത് കണ്ണുനീരുള്ള ഒരു വീടിനെ കുറിച്ചല്ല ദൈവം ആഗ്രഹിക്കുന്നത്, എന്ത് പ്രശ്നമുള്ള ഒരു വീടിനെ കുറിച്ചല്ല ദൈവം ആഗ്രഹിക്കുന്നത്, എന്ന് കടവും കഷ്ടതയും രോഗവും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളാൽ കണ്ണുനീർ വീഴ്ത്തുന്ന ഒരു കുടുംബത്തെ കുറിച്ചല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിന്റെ അകത്ത് ഉല്ലാസത്തിന്റെയും ജയത്തിന്റെ ഘോഷം വെളിപ്പെടണമെന്ന്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഇതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ വീട് ഒരു കണ്ണുനീരിന്റെ വീടായിരിക്കാം, കഷ്ടതയുടെ വീടായിരിക്കാം, നെടുവീർപ്പിന്റെ വീടായിരിക്കാം, ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ഒരു ഭവനമായിരിക്കാം. പക്ഷെ ദൈവം പറയുന്നത് അതെല്ലാം ഇന്ന് പകൽക്കാലം ഈ വചനം വിളിച്ചു പറയുമ്പോൾ തന്നെ നിങ്ങളുടെ വീട്ടിൽ എല്ലാം ഇറങ്ങി പോവുകയാണ്. ഹല്ലേലൂയ. എല്ലാ കഷ്ടതയും, എല്ലാ കണ്ണുനീരും, എല്ലാ പ്രശ്നങ്ങളും, എല്ലാ ആത്മഹത്യയും, എല്ലാ രോഗവും ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ഇറങ്ങി പോവുകയാണ്. ഹല്ലേലൂയ. ഈ ദൈവത്തെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യമില്ല. എന്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഹല്ലേലൂയ. ഈ യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഈ യേശു അതിശയങ്ങളുടെ ദൈവമാണ്. ഹല്ലേലൂയ. ഈ ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്ന എല്ലാ സത്യമായ കാര്യങ്ങളാണ്. ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിട്ട് സത്യവേദ പുസ്തകം എഴുതി വച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, ഈ ദൈവത്തെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യമില്ല. ഹല്ലേലൂയ. എന്റെ യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്. ഹല്ലേലൂയ. യേശു പറയുന്നു, ഉല്ലാസത്തിന്റെയും ജയത്തിന്റെ ഘോഷം നീതിമാന്റെ വീട്ടിന്റെ അകത്ത് ഉണ്ട്, യഹോവയുടെ വലങ്കി വീര്യം പ്രവർത്തിക്കും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെ എല്ലാവരുടെ വീട്ടിന്റെ അകത്ത് നീതിമാന്മാരുടെ വീടായി ദൈവം മാറ്റുകയാണ്. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നിങ്ങൾ എല്ലാവരും ഒന്നാമത് നീതിമാന്മാരായി മാറണമെന്നാണ്. ഹല്ലേലൂയ. ഒരു പാപിയായി ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. യേശു കർത്താവ് കാൽക്രൂശിൽ മരിച്ചത് തന്നെ നമുക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ. യേശു വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ നീതിമാന്മാരെ തേടിയല്ല പാപികളെ തേടിയാണ് വന്നത്. ഹല്ലേലൂയ. യേശു കർത്താവ് 2024 വർഷത്തിന് മുമ്പ് വേഷത്തിൽ മനുഷ്യരായി ഭൂമിയിൽ ഇറങ്ങി വന്നത് പാപികൾക്ക് വേണ്ടിയായിരുന്നു. ഹല്ലേലൂയ. പക്ഷെ ഇനി അടുത്ത് വരാൻ പോകുന്നത് യേശുവിന്റെ രണ്ടാമത്തെ വരവെന്ന് പറയുന്നത് പാപികളെ തേടിയല്ല നീതിമാന്മാരെ തേടിയാണ്. ഹല്ലേലൂയ. യേശു രണ്ടാമത് വരാൻ പോകുന്നത് പാപികളെ തേടിയല്ല നീതിമാന്മാരെ തേടിയാണ്. ഹല്ലേലൂയ. യേശു വേഷത്തിൽ മനുഷ്യരായി ഇറങ്ങി വന്നത് പാപികളെ തേടിയായിരുന്നു. അതുകൊണ്ടാണ് സകല മനുഷ്യരുടെ കൂടെയും യേശു താമസിച്ചു. പാപികളുടെ കൂടെ, ചുങ്കക്കാരുടെ കൂടെ, വ്യഭിചാരികളുടെ കൂടെ, ആർക്കും വേണ്ടാത്തവരുടെ കൂടെ യേശു നടന്ന് അവിടെ പാപത്തെ എല്ലാം തന്റെ ശിരസ്സമേൽ ഏറ്റെടുത്ത് അവസാനം കാൽവരി ക്രൂശിൽ എന്ത് ചെയ്തു? ഈ ലോകത്തിലെ സകല മനുഷ്യരുടെ പാപത്തിന് പരിഹാരമായി യേശു കർത്താവ് മരിച്ചു. ഹല്ലേലൂയ. എന്നിട്ട് നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? പാപമോചനം നൽകി. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഇനി ക്രിസ്തു യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. ഹല്ലേലൂയ. അവൻ മരണത്തിന്റെയും പാപത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് അവന്റെ ജീവന്റെയും പരിശുദ്ധാത്മാവിന്റെ പ്രമാണത്തിലേക്ക് എന്ത് ചെയ്യുകയാണ്? നമ്മളെ നടത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. നേരത്തെ നമ്മൾ ഏത് പ്രമാണത്തിലായിരുന്നു? നമ്മൾ വായിക്കുമ്പോൾ റോമർക്കെതിരെ ലേഖനം 8-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയും, മരണത്തിന്റെയും പാപത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് യേശു കർത്താവ് നമുക്ക് ക്രിസ്തു യേശു വഴി ആത്മാവിന്റെയും ജീവന്റെ പ്രമാണത്തിൽ നിന്ന് ലേക്ക് നമ്മളെ നടത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. മരണത്തിന്റെ ജീവന്റെയും
മരണത്തിന്റെ പാപത്തിന്റെ പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ നമുക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, ഇപ്പോ നമ്മൾ വസിക്കുന്നത് പാപത്തിന്റെ പ്രമാണത്തിലല്ല, പിന്നെ ജീവന്റെ പ്രമാണത്തിലാണ്. അങ്ങനെയെങ്കിൽ ഞാൻ പറയാം, അപ്പോ നമ്മളെ ദൈവം ജീവന്റെ പ്രമാണത്തിലോട് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മളെ നീതിമാന്മാരാക്കി ദൈവം മാറ്റി കഴിഞ്ഞു. ഹല്ലേലൂയ. യേശു നമ്മളെ നീതിമാന്മാരാക്കി മാറ്റി കഴിഞ്ഞു. നമ്മളിനി ഭാവികളല്ല. നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനമേറ്റപ്പോൾ തന്നെ നമ്മുടെ ജീവിതം എന്ത് സംഭവിച്ചു? നമ്മുടെ സകല പാപത്തെ യേശുവിന്റെ നാമത്തിൽ എന്ത് ചെയ്തു? വെള്ളത്തിൽ കുഴിച്ചിടപ്പെട്ടു. ഹല്ലേലൂയ. വെള്ളത്തിൽ കുഴിച്ചിട്ടപ്പോൾ നമ്മുടെ സകല പാപത്തെ എന്ത് ചെയ്തു? ആ വെള്ളത്തിൽ നമ്മൾ കുഴിച്ചിട്ടു. ഹല്ലേലൂയ. പുറത്തു വന്നത് പുതിയ മനുഷ്യനായ നീതിമാനായിട്ടാണ് പുറത്തു വന്നത്. ഹല്ലേലൂയ. പാപിയായിട്ടല്ല പുറത്തു വരുന്നത്. നമ്മൾ സ്നാനപ്പെട്ട് വെള്ളത്തിൽ നിന്ന് പൊങ്ങി പുറത്തു വരുന്നത് നീതിമാനായിട്ടാണ് പുറത്തു വരുന്നത്. ഹല്ലേലൂയ. അതുവരെ നമ്മളെല്ലാരും നോക്കി പാപി എന്ന് വിളിച്ചു. പക്ഷെ ഇനി നമ്മൾ പാപിയല്ല, ഇനി നമ്മളെല്ലാരും നീതിമാന്മാരാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട് കർത്താവിനോട് ചേർന്ന സകല മനുഷ്യരും നീതിമാന്മാരാണ്. അങ്ങനെ ആ നീതിമാന്റെ വീട്ടിന്റെ അകത്ത് ഉല്ലാസത്തിന്റെയും ജയത്തിന്റെ ഘോഷമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് മക്കൾക്കാരെ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം, നിങ്ങളുടെ വീട്ടിൽ നിന്ന് രക്ഷിക്കപ്പെട്ട വ്യക്തിയാണോ, സ്നാനപ്പെട്ട് കർത്താവിനോട് ചേർന്ന വ്യക്തിയാണോ, യേശുവിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച വ്യക്തിയാണോ, നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് ഉല്ലാസത്തിന്റെയും ജയത്തിന്റെ ഘോഷമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് മക്കൾക്കാരെ ഈ വചനം വിളിച്ചു പറയുന്നു, ഉല്ലാസത്തിന്റെയും ജയത്തിന്റെ ഘോഷം നീതിമാന്റെ വീട്ടിന്റെ അകത്ത് ഉണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്യും? വീര്യം പ്രവർത്തി. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. വീണ്ടും പറയുന്നു, യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു, യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് മക്കൾക്കാരെ ഞാൻ പറയാം, രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദലെ, സ്നാനപ്പെട്ട് നീതിമാന്മാരായി മാറിയ ഒരു ദൈവവേദലെ, നിനക്ക് വേണ്ടി ദൈവത്തിന്റെ വലങ്കൈ ഉയർന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് മക്കൾക്കാരെ ഒരു പ്രശ്നത്തെ കുറിച്ച് ഓർമ്മിച്ച് ഭാരപ്പെടരുത്. കഷ്ടത, രോഗം, എന്ത് പ്രശ്നം വന്നാലും അതിനെ കുറിച്ച് ഓർത്ത് ഭാരപ്പെടരുത്. നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു യേശുവുണ്ട്. നിങ്ങൾക്ക് വേണ്ടി വലതുകര ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഒരു യേശുവുണ്ട്. ആ യേശുവിലേക്ക് നിങ്ങൾ നിങ്ങളെ പ്രാർത്ഥിക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നത്. ഹല്ലേലൂയ. അല്ലാതെ പ്രശ്നം വരുമ്പോ അയ്യോ ഈ പ്രശ്നത്തോടെ ഞാൻ തീർന്നു പോയി, ഇത് എന്നെ കൊണ്ട് പോകുള്ളൂ എന്ന് പറഞ്ഞിരിക്കരുത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ, തിരിച്ചറിയണം, ഞാൻ നീതിമാനാണ്, ഞാൻ സാധാരണപ്പെട്ട വ്യക്തിയല്ല, ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്, ഞാൻ സ്നാനപ്പെട്ട് യേശുവിനോട് ചേർന്ന വ്യക്തിയാണ്, ഞാൻ രക്ഷിക്കപ്പെട്ട് യേശുവിനോട് ചേർന്നപ്പോൾ തന്നെ എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടു. അതുകൊണ്ട് ഞാനിനി പാപിയല്ല, ഞാനിനി കഷ്ടതയിൽ കിടക്കേണ്ട വ്യക്തിയല്ല, ഞാൻ കണ്ണുനീരിൽ കിടക്കേണ്ട വ്യക്തിയല്ല, ഞാൻ കരഞ്ഞു കരഞ്ഞ് നടക്കേണ്ട വ്യക്തിയല്ല, ഞാൻ നീതിമാനാണ്. ഞാൻ നീതിമാനായതുകൊണ്ട് എന്റെ വീട്ടിന്റെ അകത്ത് ഉല്ലാസത്തിന്റെ ജയത്തിന്റെ ഘോഷമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അതാണ്, ഉല്ലാസത്തിന്റെയും ജയത്തിന്റെ ഘോഷം നീതിമാന്റെ വീട്ടിന്റെ അകത്തുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ഈ വചനം എല്ലാ ദിവസവും പറയുന്നതാണ്. ഹല്ലേലൂയ. ഒന്നുകൂടെ പറയുമ്പോൾ ഉല്ലാസത്തിന്റെയും ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം എന്റെ വീട്ടിലുണ്ട്. ഹല്ലേലൂയ. എന്റെ ദൈവം എനിക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെ ഘോഷം എന്റെ വീട്ടിലുണ്ട്. എന്റെ ദൈവം എനിക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങൾ ദൂത് കൈമാറുന്നു, നിങ്ങൾക്ക് വേണ്ടി ഉല്ലാസത്തിന്റെയും ജയത്തിന്റെ ഘോഷം നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് ഉണ്ടാക്കി വെച്ച ദൈവം ഇന്ന് പകൽക്കാലം ഇറങ്ങി നിൽപ്പുണ്ട്. ഹല്ലേലൂയ. ഈ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മളെപ്പോഴും സന്തോഷത്തോടെ ജീവിക്കണമെന്നാണ്. ഹല്ലേലൂയ. ഉല്ലാസത്തോടെ ജീവിക്കണമെന്നാണ്. ഹല്ലേലൂയ. ജയത്തോടെ ജീവിക്കണമെന്നാണ്. ഹല്ലേലൂയ. നിങ്ങൾ കണ്ണുനീരോട് ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ജീവിതം തോറ്റ് ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ കണ്ണുനീരിനെ ദൈവം ഉല്ലാസമാക്കി മാറ്റുകയാണ്. നിങ്ങളുടെ തോൽവികളെ ദൈവം ജയമാക്കി മാറ്റുകയാണ്. ഹല്ലേലൂയ. വിളിച്ചു പറ, ഉല്ലാസത്തിന്റെയും ജയത്തിന്റെ ഘോഷം എന്റെ വീട്ടിന്റെ അകത്ത് ഉണ്ട്. എന്റെ ദൈവം എനിക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഈ ദൈവം നിങ്ങൾക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കുകയാണ്. ഈ ദൈവം നിങ്ങൾക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കുന്നവരാണ്. ഈ ദൈവം നിങ്ങൾക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കുന്നവരാണ്. ഈ ദൈവം നിങ്ങൾക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കുന്നവരാണ്. ഈ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തിരിക്കുക. ഹല്ലേലൂയ. ഈ ദൈവം നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുക. ഹല്ലേലൂയ. ഈ ദൈവത്തെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യമില്ല. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്, അവൻ അതിശയങ്ങളുടെ ദൈവമാണ്. ഹല്ലേലൂയ. ഇത് മക്കളെക്കാലം നമുക്ക് വേണ്ടി ദൈവത്തിന്റെ വലങ്കൈ ഉയർന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഒന്ന് വിളിച്ചു പറ, എനിക്ക് വേണ്ടി
ദൈവത്തിന്റെ വലം കൈ ഉയർന്നിരിക്കുന്നു. അതിന് പറ, എനിക്ക് വേണ്ടി ദൈവത്തിന്റെ വലം കൈ ഉയർന്നിരിക്കുന്നു. ഹല്ലേലൂയ. പറ, എനിക്ക് വേണ്ടി ദൈവത്തിന്റെ വലം കൈ ഉയർന്നിരിക്കുന്നു. നമ്മൾ പലപ്പോഴും കാണാറില്ല. ദൈവം നമ്മളെ വിടിയിപ്പാൻ വേണ്ടി, ദൈവം നമ്മൾ അനുഗ്രഹിക്കാൻ വേണ്ടി ദൈവത്തിന്റെ വലം കൈ നമുക്ക് വേണ്ടി ഉയർന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ പഴയ നിയമം പഠിക്കുമ്പോൾ മോശയുടെ വലം കൈ ഉയർന്നിരുന്നപ്പോഴൊക്കെയും ഇസ്രായേൽ മക്കൾക്ക് ജയം തന്നു. ഹല്ലേലൂയ. ഈ മോശ ഇങ്ങനെ വലം കൈ ഉയർത്തിപ്പിടിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കും. അവിടെ യുദ്ധം നടക്കുമ്പോൾ ഇസ്രായേൽ മക്കളും ഫെലിസ്ത്യരും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ, ഇസ്രായേൽ മക്കളും കനാന്യരും തമ്മിൽ ഇങ്ങനെ യുദ്ധം നടക്കുമ്പോൾ, ഇസ്രായേൽ മക്കളും അമോര്യരും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ, ഇസ്രായേൽ മക്കളും മറ്റുള്ള ജാതിക്കാരും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ മോശ ഇങ്ങനെ എന്ത് ചെയ്യും? രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഹല്ലേലൂയ. അപ്പോഴെല്ലാം എന്ത് ചെയ്തു? ദൈവം ഇസ്രായേൽ മക്കൾക്ക് ജയത്തെ കൊടുത്തു. ഹല്ലേലൂയ. എപ്പോൾ മോശയുടെ കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് കൈ തളരുമ്പോൾ മോശ കൈ താഴ്ത്തിയിടുമായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ എന്ത് ചെയ്യും? ഇവർ യുദ്ധത്തിൽ തോക്കുമായിരുന്നു. ഹല്ലേലൂയ. പിന്നെ നമ്മൾ നോക്കുമ്പോൾ മോശയുടെ കൈ തളരുമ്പോൾ കൂടെയുള്ള അഹരോനും അവരുടെ കൂട്ടുകാരെല്ലാം എന്ത് ചെയ്യും? മോശയുടെ കൈയെ പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കും. ഹല്ലേലൂയ. അവന്റെ കൈ തളർന്ന് താഴെ പോവാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? അവരെ കൂടെ സപ്പോർട്ട് ചെയ്ത് മോശയുടെ വലം കൈ ഇങ്ങനെ ഉയർത്തി പിടിക്കുമായിരുന്നു. ഹല്ലേലൂയ. ആ യുദ്ധം തീർന്നിട്ടല്ലാതെ ആ കൈ പിന്നെ താഴെ താമസിക്കത്തില്ല. ഹല്ലേലൂയ. ഇന്ന് മക്കൾക്കാലം ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം, ദൈവത്തിന്റെ വലം കൈ നമുക്ക് വേണ്ടി ഉയർന്നിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇന്ന് പകൽക്കാലം ജീവനോടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. പിശാച് എത്രയോ പ്രാവശ്യം നമ്മളെ തകർക്കാൻ നോക്കി, എത്രയോ പ്രാവശ്യം നമ്മളെ തകർക്കാൻ നോക്കി, എത്രയോ പ്രാവശ്യം നമുക്ക് പല പ്രശ്നങ്ങളെ കൊണ്ടിടാൻ നോക്കി, എത്രയോ പ്രാവശ്യം നമ്മൾ ആക്സിഡന്റ് ആക്കാൻ നോക്കി. ഹല്ലേലൂയ. എത്രയോ പ്രാവശ്യം മരണം നമ്മുടെ മുമ്പിൽ കൊണ്ടിട്ട്, പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നങ്ങൾ നമ്മൾ നടക്കാത്തതിന് കാരണം? ദൈവത്തിന്റെ വലം കൈ നമുക്ക് വേണ്ടി ഉയർന്നിരിക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. ദൈവം നമുക്കിടെ വലത്തെ കരം ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് ഒരു പ്രശ്നവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത്. ഹല്ലേലൂയ. എത്രയോ തോൽവികൾ, എത്രയോ പ്രശ്നങ്ങൾ, എത്രയോ മരണകരമായ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാമായിരുന്നു. പക്ഷേ ഞാൻ പറയാം, ഒന്നിനും ദൈവം നമ്മളെ വിട്ടുകൊടുത്തില്ല. ഹല്ലേലൂയ. ഞങ്ങളെ പൊഴിയൊരു ചർച്ചയിൽ ഒരു ബ്രദർ വരുന്നൊരു പുതുതായിട്ട്. ഹല്ലേലൂയ. അവന്റെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ ഈ കൈ നോക്കി മൊത്തം ഇങ്ങനെ ആത്മഹത്യക്ക് വേണ്ടി വരച്ച് ഇങ്ങനെ കൈ കീറി വിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. 6 പ്രാവശ്യം വിഷം കഴിച്ചു, ധാരാളം പ്രാവശ്യം തൂങ്ങാൻ നോക്കി, പക്ഷെ ഒന്നിട്ടും എന്തില്ല, ദൈവം അവരെ വിട്ടുകൊടുത്തില്ല. ഹല്ലേലൂയ. എല്ലാവരും അവരെ അത് പറഞ്ഞു നിന്ദാപാത്രമായി, മാനസിക രോഗ്യത പറഞ്ഞു തള്ളിക്കളഞ്ഞു, എല്ലാവരും ഒറ്റപ്പെടുത്തി, ചെയ്യാത്ത കുറിച്ച് ജയിലിൽ കിടന്നു. അങ്ങനെ പലവിധമായ പ്രശ്നങ്ങൾ കൊണ്ടിട്ടു. ഹല്ലേലൂയ. അങ്ങനെ അവൻ ഏതോ ഒരു ചർച്ചിൽ ആരോ കൂട്ടിക്കൊണ്ടു ദൈവദാസൻ പറഞ്ഞു, നീ വരുന്ന ദൈവത്തിന്റെ വേലക്കാരൻ തീരും. ഹല്ലേലൂയ. എന്നിട്ട് അവന് ഒന്നും മൈൻഡ് ചെയ്തില്ല. അവിടെ ആ ചർച്ചയിൽ പോയിട്ട് ഒരു ദിവസം തന്നെ പോയി അവിടെ ഇറങ്ങി വന്നില്ല. കഞ്ചാവ്, മയക്കുമരുന്ന്, ബ്രൗൺ ഷുഗർ എല്ലാം ഉപയോഗിക്കാൻ തുടങ്ങി. അവസാനം ഭ്രാന്തനായി മാറി. അവസാനം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവന്റെ അമ്മ ഞങ്ങളുടെ ചർച്ചിൽ വരുന്നത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അവര് കഴിഞ്ഞ 1 മാസമായി വരാൻ തുടങ്ങി, വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ പറയാം, കഴിഞ്ഞ ആഴ്ചയിൽ എന്ത് ചെയ്തു? അവൻ വന്നു. ഹല്ലേലൂയ. അവനെന്തോ എന്റെ കൂടെ ഉണ്ട്, ദൈവത്തിന്റെ വേലക്കാരായി. നിങ്ങളുടെ ഈ അവന്റെ സാക്ഷ്യം യൂട്യൂബ് ചാനൽ കിടപ്പുണ്ട്. ഹല്ലേലൂയ. അവൻ വന്ന് സാക്ഷ്യം പറഞ്ഞു. ഹല്ലേലൂയ. ഇപ്പോൾ അവൻ എന്ത് ചെയ്തു? എന്നോട് കൂടെ ചേർന്ന് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുകയാണ്. ഹല്ലേലൂയ. അവർ 100-ലധികം പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചു, എന്നിട്ട് എന്ത് ചെയ്തില്ല? ദൈവം വിട്ടുകൊടുത്തില്ല. ഹല്ലേലൂയ. ഒരു ദൈവദാസനിൽ കൂടെ പറഞ്ഞ ദൂത്, ഞാൻ നിന്നെ എന്റെ വേലക്കാരനായി ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. പക്ഷെ പിശാച് എന്ത് ചെയ്തു? പല പ്രാവശ്യം അവരെ കൊല്ലാൻ ശ്രമിച്ചു, ആത്മഹത്യ ജയിപ്പിക്കാൻ നോക്കി, പല രീതിയിൽ അവരെ തകർക്കാൻ നോക്കി. പക്ഷെ എന്നിട്ടും ദൈവം അവരെ വിട്ടുകൊടുത്തില്ല. ഇപ്പോൾ എന്ത് സംഭവിച്ചു? ദൈവം അവരെ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. കഴിഞ്ഞ ഒരാഴ്ച എന്റെ കൂടെ ഉണ്ട്. എപ്പോൾ പ്രാർത്ഥനയ്ക്ക് പോയാലും, എവിടെ വിസിറ്റിന് പോയാലും അവൻ എന്നോട് കൂടെ വരുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ഈ ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മളെ മരണത്തിന് വിട്ടുകൊടുക്കാതെ അവൻ പറഞ്ഞു 100ഓളം പ്രാവശ്യം ആത്മഹത്യ ചെയ്യണം. അത് കൈ നോക്കി അറിയാം. ഇവിടെ മുതൽ ഇതുവരെ അവന് ഞരമ്പ് കട്ട് ചെയ്ത് പല പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്ത് ഞരമ്പൊക്കെ വലിയ രീതിയിലൊക്കെ മുറിഞ്ഞു പോയി. ഹല്ലേലൂയ. പക്ഷേ എന്നിട്ട് ദൈവം എന്തില്ല? മരണത്തിന് വിട്ടുകൊടുത്തില്ല. ഹല്ലേലൂയ. അവൻ തൂങ്ങി, അവൻ 6 പ്രാവശ്യം വിഷം കഴിച്ചു. ഹല്ലേലൂയ. എന്നിട്ടും ദൈവം വിട്ടുകൊടുത്തില്ല. ഹല്ലേലൂയ. പലപ്പോഴും ഐസി കിടന്നു, മരിച്ചെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്നിട്ടും ദൈവം അവനെ വിട്ടുകൊടുത്തില്ല. കാരണം എന്താണ്? അവന് വേണ്ടി ദൈവത്തിന്റെ വലം കൈ ഉയർന്നിരുന്നത്. ഹല്ലേലൂയ. അവൻ ഇങ്ങനെ കഞ്ചാവ് ഉപയോഗിക്കുമ്പോഴും, ബ്രൗൺ ഷുഗർ ഉപയോഗിക്കുമ്പോഴും, തെറ്റായ മാർഗത്തിൽ നടക്കുമ്പോഴും, ആത്മഹത്യക്ക് ശ്രമിക്കുമ്പോഴും ദൈവം എന്തില്ല? ചെയ്തില്ല. ആ ബ്രദറിന്റെ ദൈവം വിട്ടുകൊടുത്തില്ല. ഹല്ലേലൂയ. ദൈവം തന്നെ വാഗ്ദത്തം പറഞ്ഞതുപോലെ
ദൈവം അവനെ മടക്കിക്കൊണ്ടുവന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ ദേശത്ത് വലിയൊരു അത്ഭുതമാക്കി ദൈവം മാറ്റി. ഹല്ലേലൂയ. ആർക്കും വേണ്ടാതെ നടന്നവൻ, മന്ദബുദ്ധിയെന്ന് വിളിച്ചവൻ, മാനസിക രോഗിയെന്ന് വിളിച്ചവൻ, ആർക്കും വേണ്ടാത്ത ചെറുപ്പക്കാരനെ ഇന്ന് ദൈവത്തിന്റെ വേലക്കാരനാക്കി ദൈവം മാറ്റിയെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ വലങ്കை ഉയർന്നിരിപ്പുണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ ഭർത്താവ് വഴിതെറ്റി ജീവിക്കുന്ന വ്യക്തിയാണോ? നിങ്ങളുടെ മക്കൾ വഴിതെറ്റി ജീവിക്കുന്ന വ്യക്തിയാണോ? ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ മക്കളെ തൊടുന്ന യേശുവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ ഭർത്താവിനെ തൊടുന്ന യേശുവിടെ ഇറങ്ങി നിൽപ്പുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ വലങ്കയുടെ ഉയർന്നിരിപ്പുണ്ട്. ഹല്ലേലൂയ. ആരൊക്കെ തള്ളിക്കളഞ്ഞാൽ യേശു നിങ്ങളെ തള്ളിക്കളയത്തില്ല. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് പ്രതികരണം ഉണ്ടെങ്കിലും ശരി തന്നെ, നിങ്ങളെ രക്ഷിക്കാൻ യേശുവിന്റെ വലങ്കൈ ഉയർന്നിരിപ്പുണ്ട്. ഹല്ലേലൂയ. ആരൊക്കെ നിങ്ങളെ മാറ്റി നിർത്തിയാലും ഈ യേശു നിങ്ങളെ മാറ്റി നിർത്തത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, ഈ ദൈവത്തിന്റെ ഭയങ്കര മഹത്വത്തോടെ വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഈ വചനത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാരോട് വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ. അടുത്ത വചനം പറയുന്നു, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് ദൈവത്തിന്റെ പ്രവർത്തികൾ വർണ്ണിക്കുക. ഹല്ലേലൂയ. വചനം പറയുന്നത്, നിങ്ങളിനി ആത്മഹത്യ ചെയ്യണമെന്ന് വിചാരിച്ചാലും നിങ്ങളിപ്പോ ആത്മഹത്യയുടെ വക്കീലായിരിക്കും. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ ആത്മഹത്യയുടെ വക്കീലായിരിക്കാം, പക്ഷേ നിങ്ങൾ മരിക്കത്തില്ല. ദൈവത്തിന്റെ വലങ്കൈ നിങ്ങൾക്ക് ഉയർന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചാൽ, ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാലും ദൈവം നിങ്ങളെ വിട്ടുകൊടുക്കത്തില്ല. കാരണം എന്താണെന്ന് അറിയാമോ? ഈ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. ഇയ്യോബിന്റെ ജീവിതത്തിൽ കഷ്ടതയുടെ പ്രശ്നങ്ങൾ ഒരുപാട് കടന്നു വന്നു. സ്വന്തം ഭാര്യ പോലെ തള്ളിക്കളഞ്ഞിട്ട് വിട്ടുപോയി. പക്ഷെ ഇയ്യോബ് തളർന്നു പോയില്ല. ഞാൻ പറയാം, അവിടെയും ദൈവം അവനോട് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. സ്വന്തം മക്കൾ മരിച്ചുപോയി, സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു, ഭാര്യ ഇട്ടേച്ചു പോയി. എന്നിട്ട് ഇയ്യോബ് തളർന്നില്ല. ഇയ്യോബിന് ഒരേ ഒരു ലക്ഷ്യമുള്ളൂ, എന്റെ ദൈവം എന്നോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ആരൊക്കെ ഇട്ടിട്ട് പോയാലും, ആരൊക്കെ തള്ളിക്കളഞ്ഞാലും, ആരൊക്കെ നഷ്ടപ്പെട്ടു പോയാലും, എന്തൊക്കെ നഷ്ടപ്പെട്ടു പോയാലും യേശു നമ്മുടെ വലങ്കരത്തിൽ പിടിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അവൻ നമ്മളെ ഒരിക്കലും കൈവിടത്തില്ല, അവൻ നമ്മളെ ഉപേക്ഷിക്കത്തില്ല. ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ മനമറിഞ്ഞു വന്നാലും ഈ ദൈവം നമ്മോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധ ഇതിന്റെ കൂടാരത്തിൽ അടുക്കുകയില്ല. ഹല്ലേലൂയ. ആ വചനത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാരോട് വ്യാപരിക്കുകയാണ്. ഇവിടെ ദൈവത്തിന്റെ വചനം പറഞ്ഞു, നീ മരിക്കയില്ല, നീ ജീവനോടെ ഇരുന്ന് ദൈവത്തിന്റെ പ്രവർത്തികളെ വർണ്ണിക്കും. ആ ചെറുപ്പക്കാരൻ, ഹല്ലേലൂയ, നിങ്ങൾ നോക്കണം യൂട്യൂബ് ചാനൽ സാക്ഷി. ഹല്ലേലൂയ. ഞാൻ പറയാം, അവൻ 100ഓളം പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നത്, നീ മരിക്കയില്ല, നീ ജീവനോടെ ഇരുന്ന് ദൈവത്തിന്റെ പ്രവർത്തികളെ വർണ്ണിക്കും. അങ്ങനെ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, നമ്മളെ മരണത്തിന് വിട്ടുകൊടുക്കാത്തവരാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഒരു ആക്സിഡന്റിന് വിട്ടുകൊടുക്കാത്തവരാണ് നമ്മുടെ ദൈവം. ഒരു ആത്മഹത്യക്ക് വിട്ടുകൊടുക്കാത്തവർ നമ്മുടെ ദൈവം. ഒരു രോഗത്തിന് വിട്ടുകൊടുക്കാത്തവർ നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അറ്റാക്ക് വന്ന മരിച്ചു, 3 പ്രാവശ്യം അറ്റാക്ക് വന്നാൽ മരിച്ചു പോകുമെന്ന് പറഞ്ഞ ഡോക്ടർമാർ വിധി എഴുതിയ ഒരു അങ്കിള് നിങ്ങളുടെ പൊഴിയിലുണ്ട്. ഹല്ലേലൂയ. 3 പ്രാവശ്യം അറ്റാക്ക് വന്നു, ബ്ലോക്കാണ്. അടുത്ത 4ാമത്തെ പ്രാവശ്യം വന്നു, ഡോക്ടർമാർ പറഞ്ഞു എല്ലാം തീർന്നു പോയി, എല്ലാം അവസാനിച്ച്, പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു. ഹല്ലേലൂയ. ഇതുപോലെ തീർന്നു പോയെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ പറയാം, അടുത്ത സ്കാനിങ്ങിന് പോയപ്പോൾ ആ ബ്ലോക്ക് പോലും അവിടെ ഇല്ല. ഹല്ലേലൂയ. ഓപ്പറേഷൻ വേണം, ബ്ലോക്ക് ഉണ്ട്, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ ആ ബ്ലോക്ക് പോലും അവിടെ ഇല്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, ഈ യേശു നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അറ്റാക്കിനെ സൗഖ്യമാക്കുന്നവൻ, ക്യാൻസറിനെ സൗഖ്യമാക്കുന്നവൻ, ട്യൂമറിനെ സൗഖ്യമാക്കുന്നവൻ ഇന്ന് പകൽക്കാലം ഇവിടെ ഇറങ്ങി നിൽപ്പുണ്ട്. നിങ്ങൾ എത്ര വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞാലും നിങ്ങളെ വെടിയിപ്പാൻ കഴിവുള്ള യേശുവിടെ ഇറങ്ങി നിൽപ്പുണ്ട്. അവന്റെ വലങ്കൈ നിങ്ങൾക്ക് ഉയർന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഒറ്റയ്ക്കല്ല, യേശു കൂടെയുണ്ട്. നിങ്ങൾക്ക് വേണ്ടി യേശുവിന്റെ വലങ്കൈ ഉയർന്നിരിപ്പുണ്ട്. ഹല്ലേലൂയ. 24 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി യേശുവിന്റെ വലങ്കൈ ഉയർന്നിരിപ്പുണ്ട്. നിങ്ങളെ വിടിയിപ്പാൻ, നിങ്ങളെ സഹായിപ്പാൻ ഇന്ന് പകൽക്കാലം കർത്താവിന്റെ കരം നിങ്ങളുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം യാക്കോബോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അല്ലയോ യാക്കോബേ, ഞാൻ നിന്റെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ നിന്നെ കൈവിടുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുകയില്ല, നീ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കുക. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ ദൈവത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാരുടെ വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാമോ? ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാമോ? ഇന്ന് പകൽക്കാലം ഈ വചനത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാരോട് വ്യാപരിക്കുകയാണ്. Father, they give you the glory, Father.
വ്യാപരിക്കുന്നു. സ്വർഗ്ഗത്തിന്റെ പകരക്കാരൻ ഇറങ്ങി നിൽപ്പുണ്ട്. ദൈവത്തിന്റെ യേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും പറയും. എല്ലാ നാമന്മാരുടെ തേജോ നാമം കേൾക്കാവൂ. ആ ദൈവത്തിന്റെ ഭയങ്കര ജോലി വെളിപ്പെടുകയാണ്. യേശുവിന്റെ നാമത്തിൽ എല്ലാ മുസ്ലിമാർക്കും എല്ലാ നാമന്മാരും യേശു മാത്രമേ കേൾക്കാവൂ. ആ ദൈവത്തിന്റെ ഭയങ്കര ജോലി വെളിപ്പെടുകയാണ്. പറയാം, ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് ദൈവത്തിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് ദൈവത്തിന്റെ പ്രവൃത്തി വർണ്ണിക്കും. വിലാസത്തിന്റെ ജയത്തിന്റെ ഓർമ്മ നിന്റെ വീട്ടിനകത്തുണ്ട്. നിന്റെ വീട്ടിനകത്ത് പ്രശ്നങ്ങൾ കൊണ്ട് കലങ്ങി മറിയുമ്പോഴും, രോഗങ്ങൾ, പ്രശ്നങ്ങൾ, കലമാനങ്ങൾ കൊണ്ട് കലങ്ങി മറിയുമ്പോഴും ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്ന ഉല്ലാസത്തിന്റെ ജയത്തിന്റെ ഓർമ്മ നിന്റെ വീട്ടിനകത്തുണ്ട്. നിന്റെ വീട്ടിനകത്തുണ്ട്. നിന്റെ മകൾക്കാരെ ഈ ദൈവം നിന്റെ വിജയം പ്രവർത്തിക്കുകയാണ്. ആ ദൈവത്തിന്റെ ഭയങ്കര ജോലി ദൈവത്തിന്റെ ഭയങ്കര മകൾക്കാരുടെ കളിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ എല്ലാ മുഴുവൻ എല്ലാ നാമം പാടുന്ന യേശു മാത്രമേ കർത്താവ്. ആ ദൈവത്തിന്റെ ഭയങ്കര ജോലി സഹോദരൻ വ്യാപരിക്കുന്നു. ഭയങ്കര ഗോരി വെളിപ്പെടുത്തിയ ഇറങ്ങിനിൽക്കൊണ്ട് കഥാവെ ഞാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പ്രാർത്ഥിക്കണം. ഇപ്പോ തന്നെ ആ നടുവിനെല്ലാം ഇപ്പോതന്നെ വിട്ടുമാറാൻ കൽപ്പിക്കണം. യേശുവിന്റെ ഈ ഒരു സൈഡ് നടുവിനെ ഭാരപ്പെടുത്തുന്ന ആരെങ്കിലും ഇപ്പോ തന്നെ അങ്ങനെ കഥ തൊടുകയാണ്. ഒരു സൈഡ് നടുവിന്റെ ഒരു സൈഡ് വേദന ഭാരപ്പെടുത്തുന്ന കഥ ഇപ്പൊ തന്നെ തൊടുകയാണ്. അങ്ങനെയുള്ളവർക്ക് കരവർത്തി പിടിക്കാമോ? യേശുവിന്റെ നാമത്തിൽ ഇപ്പോ തന്നെ നടുവിന്റെ എല്ലാ വിഷയങ്ങളും ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാണ്. ഇപ്പോ തന്നെ ആ നടുവിലേക്ക് ദൈവശക്തി വ്യാപരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇപ്പോ തന്നെ ആ ദൈവത്തിന്റെ കര ഇന്ന് പകൽക്കാലം ചലിക്കുന്നത്. ഇപ്പോ തന്നെ സ്വർഗ്ഗം ഇറങ്ങിനിപ്പോണ്ട്, സ്വർഗ്ഗം ഇറങ്ങിനിപ്പോണ്ട്, സ്വർഗ്ഗം ഇറങ്ങിപ്പോണ്ട്. നടുവിന്റെ എല്ലാ പ്രശ്നങ്ങളും ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാണ്. ഹല്ലേലൂയ. ഇപ്പോ തന്നെ നടുവിന്റെ എല്ലാ പ്രശ്നങ്ങളും ഇന്ന് പകൽക്കാലോടെ വിട്ടുപോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇപ്പോ തന്നെ ദൈവത്തിന്റെ ഭയങ്കര മഹത്വത്തോടെ വ്യാപരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇപ്പോ തന്നെ ഞാൻ എല്ലാവരും അനുഗ്രഹിച്ചു പ്രാർത്ഥന. എല്ലാവരും സൗഖ്യമാവട്ടെ, അതുപോലെ എല്ലാം മാറട്ടെ, എല്ലാ പ്രശ്നങ്ങളും മാറട്ടെ. കർത്താവേ, ഒരു ഭവനത്തിലേക്ക് ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വെളിപ്പെടട്ടെ. വീട്ടിന്റെ അകത്ത് ആത്മഹത്യ സ്പിരിറ്റുകൾ വിട്ടുമാറട്ടെ. ഇന്ന് പകൽക്കാലം ആത്മഹത്യ സ്പിരിറ്റുകൾ വിട്ടുമാറട്ടെ. ആത്മഹത്യ സ്പിരിറ്റുകൾ വിട്ടുമാറട്ടെ. ആത്മഹത്യയുടെ സ്പിരിറ്റുകൾ വിട്ടുമാറട്ടെ. ആത്മഹത്യയുടെ സ്പിരിറ്റുകൾ വിട്ടുമാറട്ടെ. ആത്മഹത്യയുടെ സ്പിരിറ്റുകൾ വിട്ടുമാറട്ടെ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഞാൻ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒരു വീടിന്റെ ഉല്ലാസത്തിന്റെ ജയത്തിന്റെ ആവശ്യം വെളിപ്പെട്ടു വരട്ടെ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ഭയങ്കര മഹത്വം വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗനീതി വഞ്ചാരങ്ങൾ ചെയ്യും. ദൈവത്തിന് ഭയങ്കര മഹത്വത്തോടെ വ്യാപരിക്കണം. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കണം. അങ്ങനെ കൂടെ ഇരിക്കണം. ദൈവം പ്രതി അയക്കണമെന്ന് പ്രാർത്ഥിക്കണം. എല്ലാവരും ഞാൻ ബ്രസീൽ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രവി ശക്തനെ ഞങ്ങളുടെ വേലക്കാരെ തിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ ബിബിൾ അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ബ്ലസ്സിയിൽ പ്രാർത്ഥിക്കുന്നു. അത്ഭുത കരം വ്യാപരിക്കണം. എല്ലാ അസ്വസ്ഥ ബുദ്ധിമുട്ടെല്ലാം മാറട്ടെ. കർത്താവെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ കൂടെ കടന്നു വരാൻ പറ്റാത്ത എല്ലാവരെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കൂടെ ഇരിക്കണമേ, അത്ഭുതങ്ങൾ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭയങ്കര ഗ്ലോറി വെളിപ്പെടണേ. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി വ്യാപിക്കണം. അങ്ങനെ കൂടെ ഇരിക്കണം. അത്ഭുതങ്ങൾ ചെയ്യും. വീക്കലിനെ മാറ്റം യേശുവിൻ നാമത്തിൽ ആശീർവാദം. കർത്താവ് യേശുവിന്റെ കൃപയും പരിശ്രമം കൂട്ടായി കൂടെ ഇരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.